വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്ര പോകണം. കുറേ ആയില്ല അപ്പോൾ യാത്ര ആയിട്ട്. അപ്പോൾ ഇന്ന് ഒരു യാത്ര പോകണം. അപ്പോൾ ഇങ്ങനല്ല കേട്ടോ, പുള്ളിയൊന്നും കഴിഞ്ഞില്ല. അപ്പം വണ്ടിയൊന്ന് കഴുകണം. ആകെ ചളിയാണ്, ചളി പൊളി കിടക്കാൻ വണ്ടി. കുറേ ദിവസമായി കഴുകിയിട്ട് എന്നാണ് വെള്ളം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി കഴുകണം. അപ്പം അങ്ങനെ മടി വരും, അങ്ങനെ നമ്മൾ കഴുകില്ല. ഒന്ന് വൃത്തിയാക്കാണ്ട് കൊടുക്കുക. യാത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ്. ചളി പൊളിയൊന്നുമില്ല, എന്നാലും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുണ്ട് കൈകട്ടെ എന്നും ചെറിയ പൊടികളൊക്കെ അല്ലേ, അതൊക്കെ ഒന്നൊന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ കൊടുക്കുക. യാത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ഒക്കെ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ അവള് വഴിയെ കാണിച്ചു തരാം കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ മാറ്റിയൊരുങ്ങി യാത്ര പുറപ്പെടുകയാണ്. അപ്പം അതീവ സുന്ദരിയായിക്കൊണ്ട് മിനു, വീണ്ടും ഒരു സുന്ദരിയായിക്കൊണ്ട് ലിയ, അതിലേറെ സുന്ദരിയായിക്കൊണ്ട് ചക്കര. ടാറ്റ കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഒടുക്കാണ് എന്താണെന്നൊക്കെ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സർപ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ആരോടും വന്നില്ല, അങ്ങോട്ട് പറഞ്ഞില്ല എടുക്കാതെ. ബീച്ചിക്കാ? ബീച്ചിക്കാന്നാ അവലോട് പറഞ്ഞു കേട്ടോ. ഒടുക്കാ പോണേ? ഒടുക്കാ പോണേ? ബീച്ചിക്കല്ലേ പറഞ്ഞേ? എന്നാ ബീച്ചിക്ക് പോലെ ഒടുക്കാന്നൊക്കെ. എന്തൊക്കെയാ നിങ്ങൾക്ക് ഭക്ഷണം? ഭക്ഷണമാണോ ബീച്ചിക്ക് പോകുമ്പോ? ഭക്ഷണം ഭക്ഷണം വേണം. അതുകൊണ്ട് ബീച്ചിക്കല്ല എന്നാണ് പറയണേ. ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ബീച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഭക്ഷണം എടുക്കാത്ത എന്താണ്? ബീച്ചിക്കല്ലല്ലോ പറഞ്ഞു തീർക്കാ. അപ്പൊ ബീച്ചിക്കാണേ, ബീച്ചിക്കല്ലേ? എന്താ പറയാള്? എന്താ പറയാള്? ബീച്ചിക്കല്ലേ? എന്നാ ഞങ്ങൾ എവിടെ പോണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പൊ വയ്യേ അറിയും. ഓക്കെ, ബൈ. നമ്മളിവിടത്തെ ഏതോ ഒരു ദേശത്തില്ലേ, നിങ്ങൾക്ക് അറിയാലോ എവിടെയാണ്. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര. അവിടെ നിർത്തി വെച്ചാൽ ചെറിയ വെള്ളം കുടിച്ചാൽ നിർത്തി ഇല്ലേ, പിന്നെ സാധനം വാങ്ങാൻ നിർത്തി ഇല്ലേ. നമ്മളിവിടെ എത്ര വെച്ചാൽ കാണിച്ചു തരാം. എവിടുക്കാൻ അറിയാം നിങ്ങൾക്ക്? എവിടുക്കാ അറിയില്ല. അതിപ്പോ ഞാൻ സാധനം വാങ്ങിയപ്പോ മനസ്സിലായതല്ലേ. നമ്മൾ പോവാതല്ലേ. അപ്പൊ എത്താൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സ്ഥലത്തെത്തി. ഇതാണ് അവിടെ നമ്മളെ മൊഞ്ചൻ. പെണ്ണാണോ വന്നതോ? പെണ്ണവിടെയാണ് തിരിയോ? ഒരു പള്ളാണ് വന്നത്. അപ്പൊ നമ്മളെ അവിടെ കൂടെ പണിയെടുത്തിന് കാക്കിയാണ്. കൂടെ പണിയെടുത്തിന് കാക്കിയാണ് ഷാഫിയൊക്കെ. ആ കാക്കാന്റെ വീട്ടിൽ തന്ന് അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിക്കുന്നതിന് മുന്നിൽ ഭക്ഷണം ഉണ്ടാക്കിട്ടോ. ഭക്ഷണം ഒരു രക്ഷയില്ല. മീൻ ബിരിയാണി, കോഴി പൊരിച്ച മീൻ ബിരിയാണി ആയി അടിപൊളിയാ. നല്ല അടിച്ചണ് കയറ്റി. അങ്ങനെ ഞങ്ങൾ അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ കൊണ്ടു. എന്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ. അപ്പൊ നമ്മൾ കുറെ മുന്നേ അപകടങ്ങളൊക്കെ നടന്ന സ്ഥലം ഉണ്ടല്ലോ, തൂര് ബീച്ച്. അപ്പൊ അവിടെ ഉള്ളത്. അപ്പോ ഓനെ കുറെ തള്ളിയെങ്കിലും ഞങ്ങളാ തള്ളിൽ മറിച്ചു. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നുകൊണ്ട് തള്ളിയിട്ട് ചേട്ടോ. എന്നാലും ഭയങ്കര ഈ സമയത്ത് വലിയ ആളൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അതെന്താ മൊത്തത്തിൽ വിരിച്ച് അവിടെ നിൽക്കണം. കുട്ടികളൊക്കെ അവിടെ കളിക്കും. കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ട് കുട്ടികൾ അവിടെ ഇങ്ങനെ ചാടി കളിച്ചത് തുടങ്ങി വെള്ളത്തിലേക്ക്. അപ്പോൾ ഓൻ്റെ ചെറുത്, ഓന് പേടിയാണ്, ഓൻ പോയില്ലായിരുന്നു. ഓനവിടെ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങളെ ചൊരണ്ടേസും ഉപ്പിലിട്ടൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചു. പിന്നെന്താ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കിട്ടോ. എന്താ ചൊരണ്ടേസിലെ. അത് കഴിഞ്ഞ് സൂര്യനൊന്ന് നോക്കിയപ്പോ സൂര്യൻ അസ്തമിക്കാനായിക്കണേ. കുട്ടികളെല്ലാം ഫ്രീക്കിലിരിക്കണോണ്ട് കഴിഞ്ഞവൻ്റെ നേരെ വീട്ടിൽ വന്നിട്ടോ. വീട്ടിലാണെങ്കിൽ കുറച്ച് മീൻ എടുത്തിച്ചിന്. എൻ്റെ ഉപ്പാക്ക് മീൻ പിടിക്കാൻ പോണ പണിയാണ്. തുണിയിൽ പോണ ആളാണ്, ബോട്ടിലൊക്കെ പോണ ആളാണെന്ന് പറഞ്ഞേ. അപ്പോൾ മീനൊക്കെ എടുത്ത് അപ്പൊ ചെറുക്കനതാ ഞങ്ങളെ കൂടെ പോകും. ഞങ്ങൾ പോണാൻ ഭയങ്കര ടെൻഷനായി. ഓൻ ടാറ്റൊന്നും തരുന്നില്ല. വലിയവനവിടെ ഇരിക്കുന്നുണ്ട്, ഓൻ ടാറ്റൊക്കെ തന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.